ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കപ്പിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ദ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഓഫ് എ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് കപ്പിൾ, അതല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് എ കപ്പിൾ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഫൈൻഡ് ദ കപ്പിൾ ആക്ടിങ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ വെൻ ഡെവലപ്പിംഗ് എ പവർ 6280 watt 6280 watt at a speed 300 revolution per minute. Okay, ഒന്നുകൂടി ഫൈൻഡ് ദ കപ്പിൾ ആക്ടിങ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ വെൻ ഡെവലപ്പിംഗ് എ പവർ 6280 watt at a speed 300 revolutions per minute. അതായത് കപ്പിളാണ് കാണേണ്ടത്, ഒരു മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന കപ്പിൾ. എത്ര പവർ തന്നിട്ടുണ്ട്? 6280 വാട്ടാണ്. അത് തിരിയുന്ന സ്പീഡ് എങ്ങനെയാണ്? ഒരു മിനിറ്റിൽ 300 പ്രാവശ്യം 300 ടൈംസ് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. P = 2πNC എന്നാണ്. P = 2πNC. അപ്പോൾ അതിൽ 2π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആണ്. N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് റവല്യൂഷൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. പിന്നെ C എന്ന് പറഞ്ഞാൽ എന്താണ്? കപ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് C ആണ്. അപ്പോൾ നമുക്ക് തന്നതൊക്കെ ഒന്ന് നോക്കാം. P = 6280 വാട്ട്. N = 300 RPM. RPM എന്ന് പറഞ്ഞാൽ റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ മിനിറ്റിലുള്ള അല്ല കാണേണ്ടത്, അതിന് എന്തൊക്കെ മാറ്റണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 300 പ്രാവശ്യം തിരിയുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 300/60 ടൈംസ് അത് തിരിയും. അതായത് 60 സെക്കൻഡ് കൂടുമ്പോഴാണ് എന്താവുന്നത്? ഒരു മിനിറ്റ് ആവുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ 300 പ്രാവശ്യം തിരിയുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം തിരിയുള്ളൂ? 300/60 = 5 റവല്യൂഷൻ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ N കിട്ടി. P തന്നിട്ടുണ്ട്. N RPM എന്ന് നമ്മൾ റവല്യൂഷൻ പെർ സെക്കൻഡിലോട്ട് മാറ്റിയപ്പോൾ 5 എന്ന് കിട്ടി. ഇക്വേഷൻ നോക്കാം. P = 2πNC. ദെൻ C = കപ്പിളാണ് കാണണ്ടല്ലേ. അപ്പോൾ C = P അവിടെ നിൽക്കും, 2πN അപ്പുറത്തേക്കാണ് പോകും. അപ്പോൾ P / 2πN. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Pക്ക് പകരം 6280 / 2 × 3.14 × 5. പൈൻ്റെ വാല്യൂ ആണ് എന്ത്? 3.14. അപ്പോൾ നമുക്ക് C = 200 എന്ന് കിട്ടും. കപ്പിളിൻ്റെ യൂണിറ്റ് ആണെന്ത്? ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, C = 200 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ ദ കപ്പിൾ ആക്ടിങ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് എ മോട്ടോർ ഡെവലപ്പിംഗ് എ പവർ 2 kW at a rotation speed of 1200 RPM. ഓക്കെ, ഇവിടെ കാണുന്നത് നേരത്തെ കണ്ട മാതിരി കപ്പിൾ തന്നെയാണ് കാണുന്നത്. പവറും തന്നിട്ടുണ്ട്, റൊട്ടേഷൻ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം, പവർ 2 kW ആണ്. ഓക്കെ, 2 kW. അപ്പോൾ കിലോ വാട്ടിന് എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 കിലോ എന്ന് പറഞ്ഞാൽ 1000, അതായത് 1000 എന്നാണ്. അപ്പോൾ 2 kW എന്ന് പറഞ്ഞാൽ 2000 വാട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അതേപോലെ 1 kW എന്ന് പറഞ്ഞാൽ 1000 വാട്ട്. അപ്പോൾ 2 kW എന്ന് പറഞ്ഞാൽ 2000 വാട്ട്. അപ്പോൾ ആദ്യം P = 2 kW = 2000 വാട്ട്. ഇനി ഇവിടെ N തന്നിട്ടുണ്ട്. N തന്നു പറഞ്ഞാൽ മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മിനിറ്റിലല്ല, നമുക്ക് എന്തൊക്കെ മാറ്റണം? സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ N = 1200 RPM =
1200 divided by 60 equal to 20 rotation or revolution. Okay, rotation per second. Then P equal to 2 pi NC. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ C equal to P divided by 2 pi N. അപ്പോൾ C equal to 2000 divided by 2 into 3.14 into 20 equal to 15.92 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത് കപ്പിൾ തന്നെയാണ്. അപ്പോൾ കിലോ വാട്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റണം? വാട്ടിലോട്ട് മാറ്റണം. RPMലാണ് തന്നിട്ടുള്ളെങ്കിൽ റൊട്ടേഷൻ പെർ സെക്കൻഡ്, അതായത് 60 കൊണ്ട് ഹരിച്ചിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, എ കപ്പിൾ 100 ന്യൂട്ടൺ മീറ്റർ ആക്ട്സ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് എ മോട്ടോർ ആൻഡ് റൊട്ടേറ്റ്സ് ഇറ്റ് അറ്റ് എ സ്പീഡ് 7 revolutions per second. കാൽക്കുലേറ്റ് ദ പവർ ഡെവലപ്ഡ്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് പവറാണ്. അപ്പോൾ P കാണാനുള്ള ഇക്വേഷൻ 2 pi NC ആണ്. അതിൽ Nഉം Cയും അറിയണം. അപ്പോൾ C തന്നിട്ടുണ്ട്, കപ്പിള് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ C ഈക്വൽ ടു 100 ന്യൂട്ടൺ മീറ്റർ. ദെൻ റെവല്യൂഷൻസ് പെർ സെക്കൻഡ്. ഇവിടെ തന്നത് എന്താണ്? സെക്കൻഡിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണ്ട? കൺവേർട്ട് ചെയ്യല്ല. അപ്പോൾ N ഈക്വൽ ടു 7. ഇനി നേരിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഈക്വൽ ടു 2 pi NC. ദെൻ P ഈക്വൽ ടു 2 into 3.14 into 7 into 100. Then P equal to 396 watt. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യനിലും ആദ്യത്തേൽ നമ്മൾ നോക്കുന്നത് വാട്ടിലാണ് തന്നിട്ടുള്ളത് റെവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ റെവല്യൂഷൻ പെർ മിനിറ്റിന് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. സെക്കൻഡ് വണ്ണിൽ എന്തായിരുന്നു? കിലോ വാട്ടിലും RPMലുമാണ്. അപ്പോൾ കിലോ വാട്ടിനും കൺവേർട്ട് ചെയ്യണം, RPMനെ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ അടുത്തത് നമുക്ക് പവറാണ് കാണേണ്ടത്. പെർ സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, എന്നിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ പെർ സെക്കൻഡ് ആയതുകൊണ്ട് കൺവേർഷൻ്റെ ആവശ്യമില്ല, നേരിട്ട് പവർ കാണാം. ഓക്കെ, താങ്ക് യു.